ഹലോ ഗൈസ്, നമ്മൾക്കിന്നൊരു ഗുരുവായൂർ വെച്ചൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോയി, താലികെട്ടെല്ലാം കഴിഞ്ഞു. പിന്നെ ഓഡിറ്റോറിയത്തിലോട്ട് പോയി. അവിടെ പോയി ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടാട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ പെണ്ണിനും ചെക്കനും വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. മോള് ഒരേ വാശിയിലായിരുന്നു. അവൾക്ക് ഫോൺ കൊടുത്ത് കുറച്ച് സമാധാനമായിട്ടിരുന്നു കേട്ടോ. പിന്നെ അച്ഛനും മോനും കൂടി എന്തോ രഹസ്യം പറഞ്ഞ് കളിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ പെണ്ണും ചെറുക്കനും വന്നു. അവരെ വരവേൽക്കുന്ന രീതി കേട്ടോ. ചെറുക്കൻ ചെന്നൈയിൽ നിന്നാണ്. അവരുടെ ആചാരങ്ങളാണ് ഇതെല്ലാം. വധു ആലപ്പുഴയെന്നും. ചെറുക്കനെയും പെണ്ണിനെയും സ്റ്റേജിലോട്ട് വരവേൽക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ അവരെ സ്റ്റേജിലോട്ട് കയറ്റി. ഇതാണ് കല്യാണ പെണ്ണ് കേട്ടോ. സ്റ്റേജിലെല്ലാം കയറി അവർ താലമെല്ലാം വെച്ച് ഫോട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ. ക്യാമറമാൻ പറയുന്ന പോലെയെല്ലാം നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാവരോടും നമസ്കാരം പറഞ്ഞ് ഒരു മാല അണിയിച്ചു. താലി അവിടെ നിന്ന് കിട്ടിയ കാരണം മാലയിടലും സിന്ദൂരം ചാർത്തലും മാത്രം ഇവിടെ നിന്ന് ഓഡിറ്റോറിയത്തിൽ നിന്ന് നടത്തി. പിന്നെ അവർക്ക് മധുരം കടക്കുന്ന ചടങ്ങ് കേട്ടോ. അങ്ങനെ അവരുടെ ഫാമിലിയിലുള്ളവരെല്ലാം അവർക്ക് മധുരം കൊടുത്തു. വധുവിൻ്റെ വീട്ടുകാരും വരൻ്റെ വീട്ടുകാരും എല്ലാവരും. പിന്നെ മോന് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാനായി ചെന്നു. അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ച് പിന്നെ എല്ലാവരുടെയും ഫോട്ടോ എല്ലാം എടുത്ത് യാത്ര പറഞ്ഞ് ഇറങ്ങി കേട്ടോ. വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് പിന്നെയും ഗുരുവായൂരെത്തി. പിന്നെ ഗുരുവായൂർ വന്നതല്ലേ, അവിടെയെല്ലാം പിന്നെ കണ്ടു. പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. പിന്നെ അങ്ങോട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു ഗുരുവായൂരപ്പനെ ഒന്നുകൂടെ തൊഴുത്ത് അങ്ങനെ ഞങ്ങൾ നടന്നു. പിന്നെ ഞങ്ങൾ വിഘ്നേശ്വരൻ്റെ അടുത്തൊന്ന് പോയി തൊഴാമെന്ന് കരുതി അങ്ങോട്ട് പോയിട്ടോ. അതിനിടയ്ക്ക് ലില്ലിമോൾക്ക് ക്ലാസിക്കൽ ഡാൻസ് നല്ല ഇഷ്ടമാണ്. ലില്ലിമോളെ എടുത്ത് കാണിക്കുക കേട്ടോ അച്ഛൻ. വിഘ്നേശ്വരനെല്ലാം പോയി കണ്ട് മോളെ കണ്ടപ്പോൾ സ്റ്റെപ്പെല്ലാം അവിടെ നിന്ന് ഇടുക കേട്ടോ. മോളുടെ കണ്ടപ്പോൾ മോനും അവനൊക്കെ കളിക്കാൻ ആഗ്രഹം തോന്നി അവനും കളിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്ന് ബസ്സിലോട്ടോ പോയിട്ട് ബസ് സ്റ്റാൻഡിലോട്ട് വന്നു. അപ്പോൾ അച്ഛൻ എനിക്ക് നെയിൽ പോളിഷ് വേണം പറഞ്ഞു മോള്. അങ്ങനെ അത് വാങ്ങിക്കാൻ കയറി. അങ്ങനെ ഞങ്ങൾ നടന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ.